നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് റീഡിങ്സ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഒരു ജൂൺ 15 കഴിഞ്ഞിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്പർ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും, സോ ദാറ്റ് അല്ലെങ്കിൽ എല്ലാവരും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ കുറച്ച് ദിവസത്തേക്ക് ഞാനൊരു ബ്രേക്കാണ്, ചെറിയ ബ്രേക്ക് 15ന് ശേഷം മിക്കവാറും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇവിടെ ദി എൻഡ് എന്നുള്ളൊരു കാർഡ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷഫിൾ ചെയ്യാൻ എടുത്തപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞാൻ വെച്ചു ശരി ടോപ്പിക് ഇതാക്കാം എന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, നിങ്ങൾ തമ്മിൽ ചെറിയൊരു അകൽച്ചയും ആവാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ലൈക്ക് പേഴ്സൺ എപ്പോഴും റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അധികം സംസാരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ സെപ്പറേഷൻ ബ്രേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഈവൻ ലൈക്ക് ലെസ് കോൺടാക്റ്റ് ആവാം. ഓക്കെ, കുറവ് കോൺടാക്റ്റ് ആയിരിക്കാം, അധികം സംസാരമില്ല എന്നുള്ള രീതിയിലായിരിക്കാം, ബ്ലോക്ക് ചെയ്തു പോയി വിട്ടുപോയി എന്നുള്ള രീതിക്ക് ഫൈനൽ എൻഡ് എന്ന് പറഞ്ഞു കാണില്ല, ബട്ട് എന്നാലും ഒരു അകൽച്ചയുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ദാറ്റ് എപ്പോഴും സംസാരിക്കുന്നില്ല, ഒരു റീച്ച് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, സോ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എൻഡാണോ എന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഇസ് ദിസ് ലൈക്ക് ശരിക്കും എൻഡാണോ, അതോ ഇത് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുമോ എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് തന്നെ ഇത് നമ്മുടെ ഫോക്കസ് വെക്കാം. ഓക്കെ, എൻഡാണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ഓൺ. മേക്ക് പ്രോമിസ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ കാണുന്നത് മേക്ക് പ്രോമിസ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയിറ്റ് ഫോർ മീ, ഐ ബി ബാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എൻഡായിട്ട് കണക്കാക്കണ്ട എന്നാണ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത്. അവരൊരു പ്രോമിസ് തരുന്നുണ്ട്. ഓക്കെ, എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ, ഞാൻ തിരിച്ച് വരാം എന്നാണ് പറയുന്നത്. സോ ഇതൊരു ടെമ്പററി ബ്രേക്ക് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നാണ്. എല്ലാവർക്കും സെയിം ആവണമെന്നില്ല. സോ നമുക്ക് ബാക്കി വരുന്ന മെസ്സേജ് അനുസരിച്ച് പറയാം. സോ ഫസ്റ്റ് വൺ എന്തായാലും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ ബ്രേക്കപ്പ് എന്ന രീതിക്കല്ല, എൻഡിങ് എന്ന രീതിക്കല്ല, തിരിച്ചു വരുമെന്നാണ്. ഓക്കെ, നോക്കാം. അക്സെപ്റ്റൻസ്. ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ് എന്നാണ് പറയുന്നത്. സോ യെസ്, തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് അവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, സോ ആ രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈവൻ എന്ത് നിങ്ങൾ തമ്മിൽ എത്ര വഴക്കോ പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് എന്ത് കുറവോ അതോ എന്തുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങൾ അവരെ വേൾഡാണ് എന്നാണ് പറയുന്നത്. സോ അത്രയും ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക്. ഓക്കെ, സോ ഇതൊരു വിട്ടുപോകുന്ന ഒരു എനർജി ഒന്നും അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഡിസീറ്റ്. ഓക്കെ, യുവർ ചീറ്റിംഗ് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ചോയ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല, ഐ എം ഷുവർ ഇത് അവരുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് കാണുന്നത്. അതായത് പേഴ്സൺ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്ത് കാണാം. അതിപ്പോൾ എന്ത് തരത്തിലും ആവാട്ടോ, അതിപ്പോൾ എല്ലാവർക്കും ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാവണം നിർബന്ധമില്ല. സോ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോടൊരു ഡിസെപ്ഷൻ കാണിച്ചു, എന്തെങ്കിലും ഒരു ചെറിയൊരു ചതിവ് അല്ലെങ്കിൽ ചീറ്റിംഗ്, ഈവൻ ഫ്ലർട്ടിങ് ആയിരിക്കാം, വല്ലവരോട് സംസാരിച്ചായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ ബട്ട് അപ്പോൾ നിങ്ങളത് അവരോട് പറയുന്ന പോലെയാണ്, തെറ്റ് നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നത് തേർഡ് പാർട്ടി കാരണമായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചീറ്റിംഗ് അതൊരു നമ്മളൊരു വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നു, വേറെ ആളുമായിട്ട് സംസാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നമ്മളെടുക്കുന്ന തീരുമാനമാണ്, അല്ലേ? നമുക്ക് തീരുമാനിക്കാൻ പറ്റും സംസാരിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ കാരണം നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഒരു അടുപ്പമുള്ളപ്പോൾ വേറെ ആൾ വേണോ വേണ്ടേ, അല്ലെങ്കിൽ അവരോട് ഇവൻ സംസാരിക്കണോ എന്നുള്ളത് പോലും, അല്ലെങ്കിൽ ഏത് അകൽച്ചയിൽ നിർത്തണോ, എത്ര ഡിസ്റ്റൻസ് വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ അത് ഇവിടെ ഒരു ചെറിയ ചീറ്റിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം വേറെന്താ കാണുന്ന. കൺട്രോൾ. യു ആർ ഓൺലി മൈൻഡ്, ബി ഇൻ യുവർ ലിമിറ്റ്സ്. ഓക്കെ, ഇവിടെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് കാണുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. ഓക്കെ, ആൻഡ് ബട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ആരോടും സംസാരിച്ച രീതിയിൽ മേ ബി നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ, നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവർ വിളിക്കുമ്പോൾ നിങ്ങൾ എടുത്തില്ല, ഫോൺ എടുത്തില്ല, റിപ്ലൈ കൊടുത്തില്ല, ഫാസ്റ്റായി റിപ്ലൈ കൊടുത്തില്ല, വട്ടെവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്തും ചെയ്യാം എന്ന രീതിയിലാണ്. സോ ഇവിടെ ഒരു കൺട്രോളിങ് എനർജി ഉണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്. ഈഗോ ആയിരിക്കാം, അതൊരു ഈഗോ ആണ്, കുറച്ചൊരു പൊസസീവ്നെസ് ആണെന്ന് വിളിക്കാം. ഓക്കെ, കുറച്ച് പൊസസീവ്നെസ് കൂടിയാണ് അവർക്ക്. നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ പോകുന്നതോ അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുന്നതോ ഒന്നും അവർക്ക് തീരും പറ്റില്ല. ഓക്കെ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്.
വിഷ് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി. അഗൈൻ മൈൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട്, 1-2 തവണ വരുന്നുണ്ട്. സോ ഇവിടെ എവിടെയോ അവർക്ക് ശരിക്കും നിങ്ങളെ വേണം എന്ന് തന്നെയാണ്, പക്ഷേ ചില ബിഹേവിയർ അവരുടെ ശരിയല്ല എന്ന രീതിക്കും കാണുന്നുണ്ട്. കുറച്ചൊരു പോസിറ്റീവ്നെസ്, കുറച്ചത് കൺട്രോളിങ് എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് അത്രയ്ക്ക് ശരിയല്ല. ഓക്കെ, ബട്ട് ഇവിടെ അറ്റ് ദ സെയിം ടൈം അവർ പറയുന്നത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ സ്മൈലിൽ നിന്നാണ് അവരുടെ ഡേ തുടങ്ങുന്നത് എന്നാണ്. ബി മൈൻ ഓൺലി എന്ന് പറയുന്നത്. സി എവിടെയോ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ബി മൈൻ, യു ആർ ഓൺലി മൈൻ എന്ന് പറയുന്നത് ഇവിടെ ഓൺലി മൈൻ ഉണ്ട്. സോ എവിടെയോ നിങ്ങളെ വല്ലാതെ ഐ തിങ്ക് വേറെ ആരുടെയെങ്കിലും കൂടെ നിങ്ങളാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടി, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ്, അവർ ഓൾറെഡി മാരീഡ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എവിടെയോ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമല്ല തീരെ. ഓക്കെ, അവർക്ക് ആ പോസിറ്റീവ്നെസ് നല്ലോണം ഉണ്ട്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം യെസ്, അവരും ചില കാര്യങ്ങൾ അവർ തെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വേറെ എന്താ. മിസ്ട്രസ്റ്റ്, യുവർ ഡൗട്ട് ഇസ് കില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് പരസ്പരം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. വീണ്ടും വീണ്ടും എനിക്ക് ലൈക്ക് ആ ഒരു പോസിറ്റീവ്നെസ്, ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് വരുന്നത് മെയിനായിട്ട്. ഒരാൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചതിച്ച് കാണാം, എന്തെങ്കിലും മേ ബി ആരുടെയും സംസാരിച്ചു, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. സോ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പരസ്പരം ഐ തിങ്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാത്ത പോലെ തന്നെയാണ് അവരും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയോ ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലോണം ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അത് മേ ബി സ്നേഹം കൂടുമ്പോൾ അവിടെ ആ ഒരു വിശ്വാസക്കുറവും ഒക്കെ ഒപ്പം വരും. ഞാൻ്റെയൊക്കെ ആയിരിക്കാം, ബട്ട് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ചെയ്തിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡിപ്പാർച്ചർ, ഐ എം ലീവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺ. നിങ്ങളായിരിക്കാം വോക്ക് അവേ ചെയ്തത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് വോക്ക് അവേ ചെയ്തത്, നിങ്ങളുടെ പേഴ്സൺ അല്ല. ഐ തിങ്ക് ഇവിടെ നിങ്ങളാണ്, അല്ലെങ്കിൽ ഇവൻ അവരായിരിക്കാം. എനിക്ക് രണ്ടുപേരും ആരെങ്കിലും ഒരാൾ വിട്ടുമാറിയ രീതിക്ക് കാണുന്നുണ്ട്. എനിക്ക് കൂടുതലും നിങ്ങളുടെ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം ഇവിടെ മാറി നിൽക്കുന്നത്. ഓക്കെ, ബട്ട് അവരും ചേസ് പിന്നാലെ വന്ന് കാണില്ല. ഓക്കെ, നിങ്ങൾ പോവുകയാണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടാവാം. ബട്ട് ഐ തിങ്ക് ഇവിടെ മെനി റീസൺസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ പല കാര്യങ്ങളുമാണ് നിങ്ങൾ അകന്നു പോകാനല്ല, നിങ്ങളായാലും അവരായാലും പല കാരണങ്ങളുണ്ടെന്ന്. ബട്ട് ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. കമ്മ്യൂണിക്കേഷൻ, ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് ടു യു ഡേ ആൻഡ് നൈറ്റ്. നിങ്ങളുടെ വോയിസ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്. മീൻസ് എനിക്ക് എത്ര വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ സ്മൈലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിങ്ങളുടെ വോയിസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും, ബട്ട് അവർ നിങ്ങളുടെ സ്മൈൽ, നിങ്ങളുടെ ശബ്ദം എല്ലാം അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സൂതിങ് ഫീലിംഗ്, ഒരു സമാധാനം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കാൻ വലിയ ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈവൻ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമായിരിക്കും, അതും ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെല്ലാം തുറന്ന് പറയാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതൊക്കെ അവർക്ക് ഇഷ്ടം തന്നെയാണ്. പേഷ്യൻസ്, ഐ വിൽ ഓൾവേസ് വെയിറ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിട്ടുപോയതാണെങ്കിൽ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ പരസ്പരം അഗൈൻ എനിക്ക് ആ ഒരു ഫുള്ളി എൻഡ് എന്നുള്ള ഒരു എനർജി അല്ല വരുന്നത്. ഇതൊരു ചെറുതെന്നും പറയുന്നില്ല. ഓക്കെ, ചിലവർക്ക് ചെറുതായിരിക്കാം, ചിലവർക്ക് വലുതായിരിക്കാം. ഒരു പ്രശ്നം വന്നിട്ട് നിങ്ങൾ തമ്മിൽ അകന്ന രീതിയിലുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊരു ഫുള്ളി എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു തൽക്കാലമുള്ള ഒരു അകൽച്ച എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരായാലും നിങ്ങളായാലും വെയിറ്റ് ചെയ്യുന്നുമുണ്ട്, തിരിച്ചു വരാമെന്ന് അവർ പറയുന്നുമുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഡേറ്റിംഗ്, ലെറ്റ്സ് ഗോ ഫോർ എ കോഫി ടുഡേ. യെസ്, മീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, ഒരു കോഫി ഡേറ്റിന് പോവാം. മേ ബി ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്നിരുന്ന് നമുക്ക് സംസാരിക്കാം, തുറന്ന് സംസാരിക്കാം എന്ന രീതിക്കായിരിക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. സോ അവർ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഐസൊലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് അഗെയിൻ ലീവ് മീ അലോൺ എന്ന് പറയുന്നത് ഇവിടെയോ തന്നെയായിരുന്നു, അലോൺ എന്ന രീതിക്കാണ്. നിങ്ങൾ ഒരു സെപ്പറേഷൻ്റെ എനർജി തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അതൊരു ഫുൾ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ എൻഡിങ് അല്ല. ഓക്കെ, അത് ഉറപ്പിക്കാം നമുക്കിവിടെ. എനിക്ക് മോസ്റ്റ്ലി അങ്ങനെ ഒരു എനർജി വരുന്നില്ല, ഫുൾ കഴിഞ്ഞ പോലെ തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്ക് ഒന്ന് നോക്കാം. നമുക്ക് എന്താ വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്ക് നമുക്ക് നിങ്ങൾ തമ്മിലൊരു തിരിച്ച് വരവുണ്ടോ. ഫ്രജൈൽ, യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. ഓക്കെ, ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും അവരുടെ ഭാഗത്തു നിന്നായാലും നിങ്ങൾ അവരുടെ ഹാർട്ട് നിങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. എനിവേ, നിങ്ങളും പറയുന്നതായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളുടെ ഹാർട്ടിനെ ഒരു സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന രീതിക്കാണ്. എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്, അത്ര തന്നെ. സോറി, ഞാൻ പറയുന്നില്ല. ഇംപേഷ്യൻസ്, ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വെയിറ്റ്, ഡൈങ് ടു മീറ്റ് യു. യെസ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നാണ്. കരയുന്ന കാര്യം പോട്ടെ, ഞാൻ അത്രയ്ക്കൊന്നും പറയുന്നില്ല. ബട്ട് യെസ്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും അകൽച്ചയിലാണെങ്കിലും അവർ മിസ് ചെയ്യുന്നുണ്ട്. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വെയിറ്റ്, നമുക്ക് കാണാം, ഡൈങ് ടു മീറ്റ് യു എന്നാണ് പറയുന്നത്. എനിക്ക് കാണണം, മീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ തിരിച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കാണുന്നുണ്ട്.
കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഇവിടെ ഡേറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. തിരിച്ച് വരുന്ന രീതിക്കൊക്കെ ഉണ്ട്. സ്പൈങ്, കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് യു. യെസ്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ, നിങ്ങൾ അവരെ വിട്ട് പോയോ, ഓക്കെ, അതോ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ എന്ന രീതിയിലൊക്കെ അവർ നോക്കുന്നുണ്ട്. അതോ നിങ്ങൾ ഇനി അവരെ തീരെയും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണോ, സാഡാണോ എന്നൊക്കെ അറിയാനുള്ളൊരു ശ്രമമൊക്കെയാണ്. സ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ്. ഫൗണ്ടേഷൻ, അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്, ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. തീർച്ചയായിട്ടും അവർക്ക് ഇത് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. വയസ്സാവുന്നവരെ അല്ലേ എന്ന് വെച്ചാൽ അവസാനം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാവണം എന്ന രീതിക്കാണ്. സോ തീർച്ചയായിട്ടും എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇത് അവസാനിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ടെമ്പററി സെപ്പറേഷൻ മാത്രമാണ്. തിരിച്ചു വരുന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. യു ആർ ജഡ്ജിങ് മീ ആൻഡ് മേക്കിംഗ് യുവർ ഓൺ ഒപ്പീനിയൻസ്. ഓക്കെ, ഇവിടെ പ്രശ്നം ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വന്നത് ഒരു ആർഗ്യുമെൻറ്റ് വന്ന് കാണാം. നിങ്ങൾ തമ്മിൽ പാസ്റ്റിനെ കുറിച്ചൊക്കെ സംസാരങ്ങൾ വന്ന് കാണാം. തെറ്റുകളെക്കുറിച്ചോ മിസ്റ്റേക്സിനെ കുറിച്ചോ ഒക്കെ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ വന്ന് കാണും. സോ അവർ പറയുന്നത് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്, അതായത് നിങ്ങളാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് എന്ന രീതിയിൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് അവർ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേഷൻ എനർജി വീണ്ടും ഉണ്ട്. യെസ്, സെപ്പറേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. ലാസ്റ്റ് കാർഡ്, അവർ നിങ്ങൾ തമ്മിൽ തിരിച്ച് വരുമോ എന്നുള്ള രീതിയിൽ നോക്കാം. ഒരു കാർഡ്, ഒബ്സെഷൻ. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ, ടുമോറോ ആൻഡ് ഫോർ എവർ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും അവർ തിരിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങളോട്. ഓക്കെ, ആൻഡ് ഇവിടെ റിയൂണിയൻ ഉണ്ടായിരുന്നു. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ അവർക്ക് നിങ്ങളോട് അഗെയിൻ ഒബ്സെഷൻ ഒരുപാടുണ്ട്. ശരിക്കും വേറെ തേർഡ് പാർട്ടിയോ വേറെ ആരെന്ത് വന്നു പോയാലും ശരി, എവിടെയോ അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങളുടെ അടുത്താണ് അവരുടെ മനസ്സ് എന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓക്കെ, ബട്ട് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ചില കയ്യിൽ കുറച്ച് വേണ്ടാത്തവരുണ്ടെന്ന് പറഞ്ഞ പോലെ കുറച്ചുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ ഒട്ടും പറ്റുന്നില്ല. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് സെൽഫ് ഹീലിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. ഐ ഹാവ് അഡ്ജസ്റ്റഡ് എ ലോട്ട്, നോ മോർ നൗ, ഐ വോണ്ട് ജസ്റ്റ് പീസ്. നിങ്ങൾ നിങ്ങളുടെ പീസ് ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി ഇനി അഡ്ജസ്റ്റ് ചെയ്യല്ലേ, വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ അവരെ ചേസ് ചെയ്യല്ല, അവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നിർത്തും. ഓക്കെ, നിങ്ങളോട് അതൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഹീലിംഗിലേക്ക് കെയർ കൊടുക്കുക, നിങ്ങൾ സമാധാനം ചൂസ് ചെയ്യുക, പീസ് ചൂസ് ചെയ്യുക. നിങ്ങൾ ആരോടും ഒന്നും നിങ്ങളാണ് വോക്ക് അവേ ചെയ്തതെങ്കിലും നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നിങ്ങൾ പോയി, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ചോദിക്കാനോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഹീലിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ, സെൽഫ് ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ആൻഡ് ഇവിടെ റിയൂണിയൻ കാണുന്നുണ്ട്. ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ. ഡെഫിനറ്റ്ലി ഒരു റിയൂണിയൻ വരുന്നുണ്ട്. സോ ഇതൊരു ഫുൾ എൻഡ് എന്ന രീതിക്കല്ല, ഡെഫിനറ്റ്ലി ഇതൊരു ടെമ്പററി സെപ്പറേഷൻ ആണ്. വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു ട്രസ്റ്റിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. തിരിച്ചവർ വരുമ്പോഴും ഓക്കെ, നിങ്ങളൊന്ന് നോക്കി സൂക്ഷിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ പക്ഷേ നിങ്ങളുടെ ഹീലിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും നല്ല ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കും. ആൻഡ് നമുക്ക് ഇനി അടുത്ത റീഡിങ്ങിൽ കാണാം. നന്ദി, നമസ്കാരം.